ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ ഒരു അടിപൊളി ഐറ്റമാണ് ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. എല്ലാവരും ചിക്കൻ 65 കഴിച്ചിട്ടുള്ളവരല്ലേ. അപ്പോൾ നമ്മളിന്നിവിടെ ഇടിച്ചക്ക വെച്ചിട്ട് നല്ലൊരു കിടിലൻ 65 ആണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കൾക്ക് വൈകിട്ടുള്ള ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടാർ ഐറ്റം. വീട്ടിലൊക്കെ ഒന്നുമില്ലാത്ത സമയത്തൊക്കെ നമ്മുടെ മക്കൾക്ക് പെട്ടെന്ന് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഒട്ടും എണ്ണ കുടിക്കാതെ നമുക്ക് ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഇടിച്ചക്ക 65 ആണ് ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കാമെന്ന് കണ്ടു നോക്കിയാലോ. നല്ല ക്രിസ്പി കേട്ടോ, കണ്ടില്ലേ? ഒട്ടും എണ്ണ കുടിക്കുന്നുള്ള ഒരു ടെൻഷനും വേണ്ട. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇടിച്ചക്ക വെച്ചിട്ട് ഒരുപാട് ഐറ്റംസുകൾ റെഡിയാക്കി എടുക്കുന്നവരല്ലേ. അപ്പോൾ നമുക്ക് ചക്കടൊക്കെ സീസണായി, പ്ലാവിൽ അത്യാവശ്യം ഇടിച്ചക്കൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ഒരു ചക്ക പോയെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ടുള്ളൊരു 65 റെഡിയാക്കി എടുക്കാം. എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മളത് വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയെക്കാട്ടും ടേസ്റ്റുള്ള നല്ല അടിപൊളി കറി നമുക്ക് ഇടിച്ചക്ക വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ തന്നെ നല്ല അടിപൊളി തോര റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മളിന്നിവിടെ 65 ആണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു ഇടിച്ചക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് എടുക്കാം കേട്ടോ. അപ്പം അതിന് മുന്നേ കത്തിയിൽ ഒരല്പം വെളിച്ചെണ്ണ തൊട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കയ്യിലും കുറച്ച് എണ്ണ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. കണ്ടില്ലേ? ഇതേപോലെ കട്ട് ചെയ്ത് നല്ലപോലെ കുരു വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിൻ്റെ മീതുള്ള ഈ ഒരു ഇതൊന്ന് മാറ്റിയെടുക്കണം. ഒന്നുകിൽ നമ്മളിതൊരു ചെറിയ ചകിരി വെച്ചിട്ട് നമ്മൾ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ടോ നമുക്ക് എടുക്കാം കേട്ടോ. ഇനി നമ്മളിതാ കത്തിമേലുള്ളതൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തൊലി കളഞ്ഞ് എടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ഇതേപോലെ തൊലി കളഞ്ഞെടുക്കാം. കണ്ടില്ലേ? ഞാനിപ്പോൾ ഇവിടെ ഇതേപോലെ ചെറിയ പീസാക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനെല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മുടെ ചക്ക നല്ല തിന്നാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഒരു മിക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് അരിപ്പൊടി, അതിനോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ, ഇനി ഇതിലേക്ക് നമ്മൾ ഒരല്പം ചിക്കൻ മസാല, ഒരു ഫ്ലേവറിന്. ഇനി നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം ഫുഡ് കളർ ചേർക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ സാധാരണ നമ്മുടെ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതക്കി എടുത്തിട്ടുള്ളതാട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കാം. ഞാനിത് എണ്ണയിലേക്ക് ഇട്ടിട്ട് വറക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നല്ലപോലെ കിട്ടും. പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു ഉള്ളി ചതക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കാരണമാണ് ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഒരല്പം
ഫുഡ് കളർ ചേർക്കാം കേട്ടോ. അതേപോലെ തന്നെ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂണോളം നമ്മുടെ ഇഡ്ഡലി മാവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂണ് ഇഡ്ഡലിയുടെ മാവാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം ഇഡ്ഡലി മാവും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഒരല്പം ഉപ്പ് ചേർക്കാം കേട്ടോ. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ. ഒരല്പം ഉപ്പ് ചേർക്കാം. പിന്നെ നമുക്കിത് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കലക്കി എടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് ഇത്രയും മതി. ഇനി നമുക്ക് നമ്മുടെ ഇടിച്ചക്ക ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നല്ല പോലെ നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിന്ന് ഇതിലേക്ക് നമ്മുടെ ഈ ഒരു ഇടിച്ചക്ക ഇട്ടിട്ട് നല്ല പോലെ കോട്ട് ചെയ്തെടുക്കാം. ഇടിച്ചക്കയിലേക്ക് നല്ല പോലെ പരണ്ടിരിക്കണം കേട്ടോ. ആ ഒരു രീതിക്ക് നല്ല പോലെ നമ്മളൊന്ന് പിടിപ്പിച്ചെടുക്കുക. ഇതാ നമ്മുടെ ഇടിച്ചക്ക വറുത്ത് കോരാനുള്ള എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ല പോലെ ചൂടായി. ഇതിലേക്ക് ഒരു 4 തണ്ട് കറിവേപ്പില, അപ്പോൾ നമ്മുടെ കറിവേപ്പില ഇവിടെ സെറ്റ് ആയിരുന്നു. ഒരുപാട് മൊരിയുണ്ട് കേട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ ഒരു പച്ച കളറൊന്നും മാറാത്ത രീതിയിൽ നമുക്ക് ഒരു ഫ്രഷ്നെസ്സിൽ തന്നെ എടുക്കാം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ വീഡിയോയിൽ കാണാൻ കുറച്ച് ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ വേഗം തന്നെ ഇങ്ങനെ കോരി മാറ്റുന്നുണ്ട്. ഓരോന്നോരോന്നായി ഒന്ന് കറക്കിയിട്ട് വൈകിട്ടുള്ള ചായക്കൊക്കെ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. നല്ല പോലെ കുറിക്കാനുള്ള ടേസ്റ്റും കൂടുതലുള്ള ഒരു ഐറ്റം കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചക്കട സീസണൊക്കെ ആയില്ലേ, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ടാണ്. ഇനി ഇതൊന്ന് റെഡി ആയതിന് ശേഷം നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. വൈകിട്ടുള്ള ചായക്കൊക്കെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലൊന്നുമില്ലാന്നുണ്ടെങ്കിൽ പോയിട്ട് ലാബിൽ പോയി ഒരു ചെറിയ ഇടിച്ചക്ക വെട്ടി വന്നിട്ട് ഇതേപോലെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കിയാൽ ആസ്വദിച്ചവർ കഴിച്ചോളൂ കേട്ടോ. അപ്പം ഇനി ഇതിവിടെ ഇരുന്ന് നല്ല പോലെ ഒന്ന് ക്രിസ്പിയായി വരട്ടെ. ഇതാ നമ്മുടെ ഇടിച്ചക്ക 65 ഇവിടെ റെഡിയായി, കണ്ടില്ലേ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ.
ഞാനിപ്പോൾ ഇവിടെ വീഡിയോയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരല്പം ഫുഡ് കളർ ചേർത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. നമ്മുടെ മക്കൾക്ക് വീട്ടിലൊക്കെ റെഡിയാക്കി കൊടുക്കുമ്പോൾ ഒട്ടും ചേർക്കണമെന്നില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നമ്മുടെ ഒരു വീഡിയോയുടെ ഒരു ക്ലാരിറ്റിക്കും അതേപോലെ കാണാനൊരു ഇത്തിരി ഭംഗിക്കും വേണ്ടിയിട്ട് ചേർത്തിട്ടുള്ളതാണ്. അപ്പം ഇനി അടുത്തത് നമുക്കൊന്ന് ഇതേപോലെ റെഡിയാക്കി എടുക്കാം. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആട്ടോ. ഒട്ടും എണ്ണ കുടിക്കുക അങ്ങനത്തെ ഒന്നും ടെൻഷനില്ല നമുക്ക്. അപ്പോൾ ഇതാ നമ്മുടെ കടച്ചക്ക 65 ഇവിടെ റെഡിയാക്കി തരും. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആട്ടോ. അപ്പോൾ നമുക്കിത് വറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെളുത്തുള്ളി വേണമെങ്കിൽ ഒന്ന് ചതക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമ്മൾ മസാലയിൽ തന്നെ റെഡിയാക്കി എടുത്തത് കൊണ്ട് നമുക്ക് എക്സ്ട്രാ വെളുത്തുള്ളി ചതക്കി ഇടേണ്ടി വന്നിട്ടില്ല കേട്ടോ. കണ്ടല്ലോ. അപ്പോൾ ഇതാ ഞാനൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇതേപോലെ നമ്മുടെ ആ ഒരു കറിവേപ്പില എല്ലാ ഭാഗത്തേക്കൊക്കെ ഒന്ന് ആക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഇടിച്ചക്ക 65 ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുമാണ്, അതേപോലെ തന്നെ കാണാൻ ഒത്തിരി ഭംഗിയാണ്. വൈകിട്ടുള്ള ചൂട് ചായയുടെ കൂടെ നമ്മുടെ മക്കൾക്ക് ഒന്നും വീട്ടിലില്ലാത്ത സമയത്തൊക്കെ നമ്മുടെ തൊടിയിലോ അല്ലെങ്കിൽ കൃഷിത്തോട്ടത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലോ പോയിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ ഐറ്റം. നല്ല ക്രിസ്പിയാണ്, ഒട്ടും എണ്ണ കുടിക്കുക അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.